ഇത് നമ്മുടെ അഹമ്മദാബാദ് ഗുജറാത്ത് ഫാം ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വ്ളോഗാണ്. നമുക്ക് ഡിന്നറെല്ലാം നമ്മൾ ലേറ്റ് അറൈവൽ ആയതുകൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റൂമിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രി എനിക്കിതൊന്നും ഒറ്റയ്ക്ക് കഴിക്കുന്നത് പോസിബിൾ അല്ല. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാം ഓപ്പൺ ചെയ്തിട്ട് അതേപോലെ ഞാൻ അടച്ച് അവർക്ക് കൊടുത്തായിരുന്നു കഴിക്കുന്നതിന് മുന്നേ. അങ്ങനെ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഞാൻ എഴുന്നേറ്റു. എല്ലാവരെയൊക്കെ കണ്ട് പരിചയപ്പെടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും നോർമൽ ഒരു ഫ്രഷപ്പായി ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടില്ല, വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഇന്നലെ ഒത്തിരി ലേറ്റായിട്ടൊക്കെയാണ് ഉറങ്ങിയിട്ടുണ്ടാവുക. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. ബൊഫേ ആയിരുന്നു. പക്ക വെജിറ്റേറിയൻ ഹോട്ടലാണ്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവർ പുറത്തുനിന്ന് എത്തിക്കും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആരും നോൺ വെജ് പ്രിഫർ ചെയ്തില്ല. നമ്മളെല്ലാവരും ഇൻ ഹൗസിലുണ്ടായിരുന്നത് തന്നെയാണ് കഴിച്ചത്. യമ്മി ആയിരുന്നു കേട്ടോ. ഗുജറാത്തിലെ ഫുഡ് എനിക്ക് ഇഷ്ടമായി. പിന്നെ നല്ല പൂൾ വ്യൂ ആണ് നമ്മൾക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നത്. ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ, ലൈക്ക് അതിൻ്റെ മുകളിലും ആ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലും റൂംസൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ പ്രോപ്പർട്ടി തന്നെ ഒരു ഏരിയ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. പക്ഷേ അതിൻ്റെ ഒരു ഫീല് കിട്ടാത്ത രീതിയിലാണ് ആ പ്രോപ്പർട്ടി അവിടെ ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പൂളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കുറച്ച് സമയം നിന്നപ്പോഴത്തേക്കും എല്ലാവരും വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഓരോ ഔട്ട്ഡോർ ഗെയിംസിലേക്കൊക്കെ എല്ലാം അവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. നല്ല അൺസഹിക്കബിൾ വെയിലായിരുന്നു. ഞാൻ പോയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വെയിൽ, എന്തൊരു വെയിലാണ്, പുറത്തിറങ്ങാൻ മടിയാവുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വെയിലായിരുന്നു ഗുജറാത്തിലേത്. പക്ഷേ നമുക്ക് ഉച്ചയ്ക്ക് വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരു സഫാരി ഉണ്ടായിരുന്നു, അതിനാണ് ഞാനിപ്പോൾ റെഡിയായി നിൽക്കുന്നത്. അപ്പോൾ നമുക്കതൊരു 4 PM ആകുമ്പോൾ സഫാരിക്ക് പോകാൻ വേണ്ടി റെഡിയായി. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് എത്തി. ഇത് അവിടുത്തെ ഒരു ഫാമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ആ സഫാരി ജീപ്പ് എടുത്തിട്ട് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്ലേസിനെ പറ്റി പറയാനാണെങ്കിൽ അതിൻ്റെ ഫ്ലോറ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അത് കൗഡങ്ങാണ്. നമ്മൾ പണ്ടത്തെ രീതിയിൽ ട്രഡീഷണൽ വീടുകളിലൊക്കെ ചാണകം മെഴുകിയിട്ടാണ് ഫ്ലോറിൽ ഉണ്ടാവുക. ആ ഒരു സെയിം സംഭവം തന്നെയാണ് അവിടെ. ഇത്രയും വെയിലത്ത് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഒരു കുളിർമയായിരുന്നു. ലൈക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. നോർമൽ ഒരു ടൈൽസ് ഇട്ടതോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ചെയ്തോ ഫ്ലോറിൽ ഇരിക്കുന്നതിനേക്കാളും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ആ ഒരു കൗഡങ്ങിട്ടിട്ടുള്ള ആ ഒരു ഫ്ലോറിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിനെയൊക്കെ പറ്റിയിട്ടും സ്ഥലത്തെയൊക്കെ പറ്റിയും ബ്രീഫ് ചെയ്യാണ് നമ്മുടെ ഗൈഡാണ്. ഗൈഡിൻ്റെ പേര് ഞാൻ മറന്നു, പക്ഷേ ആളെ കാണാൻ വേണ്ടി വെട്ടത്തിലെ ഫസ്റ്റത്തെ ദിലീപിൻ്റെ ഒരു എയർപോർട്ട് സീനിലൊക്കെ ഉള്ള ഒരു പോലീസില്ലേ, പുള്ളിക്കാരനെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എത്തിയിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഒരു 100 വർഷം മുന്നേ കടലായിരുന്നു. ആ കടലിലെ വെള്ളമെല്ലാം വറ്റി ഇങ്ങനെ ഡ്രൈ ലാൻഡ് ആയതാണ്. ഇപ്പോൾ അത് സോൾട്ട് ഫീൽഡൊക്കെയാണ്. നല്ല ഉപ്പുപാടം ഉണ്ടായിരുന്നു, നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ മിസ്സായിപ്പോയി. ഒത്തിരി ദിവസങ്ങളായിരുന്നു ട്രിപ്പ് കഴിഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഹോട്ടലിലെത്തി. ഡിന്നർ ടൈമായി. ഡിന്നർ എടുത്തു. കുറച്ചൊന്ന് കിടന്നുറങ്ങിയിട്ട് വെളുപ്പിന് 5 മണിക്ക് എനിക്ക് ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. ബിക്കോസ് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് 8 മണിക്കാണ്. ആൻഡ് ഒരു 2 hours ജേർണി ഉണ്ട് എയർപോർട്ടിലേക്ക്. സോ ഞാൻ റെഡിയായി ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി.